മാലിന്യ സംസ്കരണ രംഗത്ത് പൊതുജനത്തിന്റെ മനോഭാവം മാറ്റാൻ കഴിഞ്ഞുവെന്നത് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുവരുന്ന ഊർജിത നടപടികളുടെ നേട്ടമാണെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. മലപ്പുറം നിലമ്പൂർ തേക്ക് മ്യൂസിയം ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയതും സർക്കാർ സ്വീകരിച്ച ഉറച്ച നിലപാടിന്റെ ഭാഗമാണെന്ന് മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ തോതിലുള്ള പ്രവർത്തനം ഇന്ന് കേരളത്തെ മാലിന്യമുക്തമാക്കാൻ വലിയ തോതിൽ സഹായിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ഓർമ്മിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്കായി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. നിലമ്പൂരിലെ കണക്ക് തന്നെ എടുത്താൽ എനിക്ക് തോന്നുന്നു ഈ കൗൺസിൽ അധികാരത്തിൽ വരുമ്പോൾ 6 ഹരിതകർമ്മ സേനാ പ്രവർത്തകർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ആ പ്രവർത്തകരുടെ എണ്ണം എനിക്ക് തോന്നുന്നു 1000 ഇരട്ടിയായി വർദ്ധിച്ചു. ഏകദേശം 50-ലധികം 77 ഹരിതകർമ്മ സേനാംഗങ്ങളിൽ നിന്ന് നിലമ്പൂരിൽ. ശലഭോദ്യാനം, ഔഷധ ഉദ്യാനം, പച്ചത്തുരുത്ത്, കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ തുടങ്ങിയവ ഒരുക്കിയാണ് ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെ KFRI തേക്ക് മ്യൂസിയം ഗ്രീൻ ഡെസ്റ്റിനേഷനാക്കിയത്. നഗരസഭയുടെ നേതൃത്വത്തിൽ ഹരിത വിദ്യാലയങ്ങളിലായി തിരഞ്ഞെടുത്ത സ്കൂളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു.